നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. ആരായുകിലന്ധത്വമൊഴിച്ചാരി മഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടുന്നാം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകവെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപായി നിരച്ചോക്കയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. അന്യർക്കു ഗുണം ചെയ്വതിനായു സുബപുസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വൂ. സന്യാസികളിങ്ങനെ ഇല്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ വസിപ്പൂ മല പോലെ വേദാഗമസാരങ്ങളറിഞ്ഞൊരുവൻ താൻ വേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. നമസ്തേ പ്രിയ സഹോദരങ്ങളെ, ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ശിവഗിരി സംരക്ഷണ സംഘം എന്താണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഗുരുദർശനങ്ങൾ ലോകം മുഴുവനും പ്രചരിപ്പിക്കുക എന്നത് ഇതിൻ്റെ ഒരു പ്രധാന കർത്തവ്യമാണ്, കടമയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു.
ഗുരു അടിസ്ഥാനപരമായി മനുഷ്യരുടെ ജീവിത പുരോഗതിക്ക് അല്ലെങ്കിൽ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അരുളി ചെയ്ത ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞതിൻ്റെ സാരാംശങ്ങൾ ശരിക്കും ജനം ഉൾക്കൊള്ളാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മനുഷ്യരെല്ലാം ഒരു ജാതിയിൽപ്പെട്ടവർ, ഒരു മതത്തിൽപ്പെട്ടവർ എന്നൊക്കെയുള്ള വസ്തുതകളെ വിശദമായി മറ്റുള്ളവരിൽ എത്തിക്കുക എന്നത് ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ഒരു പ്രത്യേക ദൗത്യമായി ഏറ്റെടുത്തിരിക്കുന്നു. ഗുരുദർശനങ്ങൾ എക്കാലത്തേക്കാളുപരി ഇപ്പോഴും ലോകത്തിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതിക്ക് പരിഹാരമായി ഇവിടെ നിലനിൽക്കുന്നു. ഗുരുദർശനങ്ങളുടെ പ്രസക്തി വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ശിവഗിരി സംരക്ഷണ സംഘം പ്രവർത്തിക്കുന്നത്. നന്ദി, നമസ്കാരം. ഗുരുദേവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സംരംഭങ്ങളൊന്നും മോശമായി പോയിട്ടില്ല. എക്കാലത്തും ഇത് അവിടുത്തെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, നമ്മളെ ഏവരെയും കരുത്തുള്ളവരാക്കി മാറ്റി തീർക്കുന്നതാണ്. അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ ഊർജിതമായി, ജനോപകാരപ്രദമായി, ജനങ്ങൾക്കും മറ്റുള്ളവർക്കും വളരെ ഉചിതമായ രീതിയിൽ നന്മയിലേക്ക് അവരെ കായി പിടിച്ചുയർത്തുന്നതിനും വിദ്യാഭ്യാസത്തിലും മറ്റു കാര്യങ്ങളിലും തൊഴിലിലും ഒക്കെ തന്നെ അവരെ പ്രചോദനം ചെയ്യും. യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരെയും മുൻപന്തിയിൽ കൊണ്ടുവന്ന് കർമ്മോത്സുകരായി ഈ പ്രസ്ഥാനത്തെ ലോകൈകവന്ദ്യനായ അദ്ദേഹത്തിൻ്റെ ആ അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രതിജ്ഞ ചെയ്യേണ്ടുന്ന ഒരു ദിവസവും കൂടിയാണെന്ന് ഞാൻ പറയുകയാണ്. നമസ്കാരം, ഞാൻ കാപ്പിൽ സുനിൽകുമാർ, ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ മീഡിയ സെക്രട്ടറിയാണ്. കേന്ദ്ര ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്നുവെന്ന് വെച്ചാൽ ഇനിയുള്ള നമ്മുടെ ഭാവി പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് ഈ ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഒരു സ്ഥലമായിട്ട് ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസ് മാറിയിരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊള്ളുന്നു, എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. മോഹാകുലരാം ഞങ്ങളെ അങ്ങേരയടിപ്പൂ, സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിഴപ്പൂ. ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തി. ശ്രീനാരായണായേതി സർവം സമർപ്പയാമി. ശിവഗിരിക്ക് 300 മീറ്റർ മാത്രം അകലെ, ശിവഗിരിയുടെ ഗോശാലയോട് ഏറ്റവും സമീപം, ഏറ്റവും ഉത്കൃഷ്ടമായ സ്ഥലത്ത് ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ കേന്ദ്ര സമിതിയുടെ ഓഫീസ് ഇന്ന് നമ്മുടെ സംഘത്തിൻ്റെ ആത്മീയ സെക്രട്ടറി ശ്രീ HR ബാബു അവർ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. പതിനദീപം കൊളുത്തി പ്രാർത്ഥന ചെയ്ത് ഗുരുദേവ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമ്മളിത് ആരംഭിക്കുന്നു. ഇനി ദ്രുതഗതിയിലുള്ള പ്രവർത്തനം തന്നെയായിരിക്കും ശിവഗിരി സംരക്ഷണ സംഘത്തിന്. ഇത്രകാലവും മോശമില്ലാത്ത സ്പീഡുണ്ടായിരുന്നു, എന്നാലും ഇനി അടുത്ത ഗിയർ കൂടി മാറി അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഇവിടെ അനൗൺസ് ചെയ്യാൻ വേണ്ടി ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അത് ജനറൽ സെക്രട്ടറി ഇന്ന് തന്നെ അനൗൺസ് ചെയ്യും. നമ്മളങ്ങോട്ട് ആസനസ്ഥനായതേ ഉള്ളൂ. ഉദ്ഘാടന ഭദ്രദീപത്തിന് ശേഷം ആദ്യത്തെ പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഐശ്വര്യവും അളവില്ലാത്ത സമ്പൽ സമൃദ്ധിയും എല്ലാം ഗുരുദേവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. നമസ്കാരം, ഞാൻ ഗണേഷ് ധനഞ്ജയൻ, ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മളുടെ ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം ഞാൻ ചാർജ് എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ പരിപാടി അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. സന്തോഷത്തോടുകൂടി പറയട്ടെ, ഈ മാസത്തെ ചതയ ദിനം, അതായത് 30-ാം തീയതി നമ്മളിവിടുന്ന് ഒരു തീർത്ഥയാത്ര പുറപ്പെടുകയാണ്. ഞാനുമായി, അതായത് ജനറൽ സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെടുക. അതിനുള്ള നമ്പർ 7907-630-694 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. വിശദവിവരം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. യാത്രയുടെ വിശദാംശം എന്ന് പറയുന്നത്, നമ്മളിവിടുന്ന്, അതായത് വർക്കല ശിവഗിരിയിൽ നിന്ന്
പുറപ്പെട്ട് മരുത്വാമലയിൽ പോയി മരുത്വാമലയിൽ നിന്നും നമ്മൾക്ക് അവിടെ അന്നത്തെ ചതയ ദിനമായതിനാൽ അന്നവിടെ പൂജയും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. സന്ദർശിച്ച് അതിലെല്ലാം പങ്കുകൊണ്ടതിന് ശേഷം നമ്മൾ കന്യാകുമാരിയിൽ പോയിട്ട് നമ്മൾ തിരിച്ച് വർക്കലയിലെത്തുന്നതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഐറ്റ്നറി എന്ന് പറയുന്നത്. ആയതിനാൽ എല്ലാവരും ഇതിനകത്ത് പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് ഗുരുനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഗുരുധർമ്മം വിജയിക്കട്ടെ. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവഗിരി സംരക്ഷണ സംഘം ട്രഷറാണ്. മരുത്വാമല യാത്രയെന്ന് പറയുമ്പോൾ പലരും പോയി കാണാൻ സാധ്യതയുള്ളതാണ്. എങ്കിൽ പോലും പറഞ്ഞു കേട്ടിടത്തോളം ഒരു ശബരിമലയിൽ പോയി വരുന്നതിനേക്കാൾ ഒരു 5 ഇരട്ടി സ്ട്രെയിൻ എടുത്ത് വേണം ഈ മരുത്വാമല കയറി അവിടെ ഗുരുദേവൻ തപസ്സിരുന്ന ഈ സ്ഥലത്തെത്താൻ. അത്രയും സ്ട്രെയിൻ എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിൽ താല്പര്യമുള്ള ആൾക്കാരെല്ലാം ഈ ജനറൽ സെക്രട്ടറിയുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമായ ശിവഗിരി സംരക്ഷണ സംഘത്തിൻ്റെ ഈ മരുത്വാമല ട്രിപ്പ് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി നമ്മുടെ SS മീഡിയ ആയ നമ്മുടെ സ്വന്തം ചാനൽ കവർ ചെയ്യുകയും തീർത്ഥയാത്ര എന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ 2ാമത്തെ എപ്പിസോഡായി ഇത് എയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇനി ഓരോ മാസങ്ങളിലും വരുന്ന ഓരോ പ്രോഗ്രാമുകളും നമ്മുടെ ഈ തീർത്ഥയാത്രയുടെ ഭാഗമായി SS മീഡിയയുടെ ഈ പ്രോഗ്രാം ചെയ്ത് എയർ ചെയ്യുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.